ശ്യാം, ഇപ്പോൾ കോടതിയുടെ ശക്തമായ വിമർശനം വന്നിരിക്കുന്നു. ചില കാര്യങ്ങളിൽ വിലക്കും വന്നിരിക്കുകയാണ്. 150 കോടി രൂപയുടെ മാനനഷ്ട കേസാണല്ലോ ഇപ്പോൾ റിപ്പോർട്ടർ TV ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണ് കൃത്യമായി? അതോടൊപ്പം ആർക്കൊക്കെ എതിരെയാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഹർജിയിൽ ഏതൊക്കെ പേരുകളാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്? സ്മൃതി, ഇത് രണ്ട് കേസുകളാണ്. ഒന്ന് പ്രത്യേകിച്ചും ബംഗളൂരു സെഷൻസ് കോടതിയിൽ നൽകിയത് വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ ടിവിക്കും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും അതിന്റെ മേൽത്തട്ടിലുള്ള, അതായത് മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള ഇവർക്കുമെതിരെ നിരന്തരം വ്യാജ വാർത്തകളാണ് പല മലയാള മാധ്യമങ്ങളും നിരന്തരമായി നൽകുന്നത്. ആ മാധ്യമ വാർത്തകൾക്കെതിരെ ബംഗളൂരു പ്രിൻസിപ്പൽ സിറ്റി സിവിൽ കോടതിയെ ആണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സമീപിച്ചത്. അതിലാണ് ഈ വ്യാജ വാർത്തകൾ ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യണമെന്ന് ബംഗളൂരു സിറ്റി പ്രിൻസിപ്പൽ സിവിൽ കോടതി ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കെല്ലാം കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. ഒപ്പം ഗൂഗിൾ, മെറ്റ, എക്സ് ഉൾപ്പെടെയുള്ള ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾക്കും കോടതി ഇടക്കാല ഉത്തരവിലൂടെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും ഒപ്പം അതിന്റെ മാനേജ്മെന്റിനുമെതിരായ എല്ലാ വ്യാജ വാർത്തകളും ഉടൻ നീക്കം ചെയ്യണം എന്നതാണ് കോടതി നൽകിയ നിർദ്ദേശം. ഇതിന്റെ URL അടക്കം റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി കോടതിയിൽ നൽകിയിരുന്നു. ഇക്കാര്യം പ്രഥമ ദൃഷ്ട്യാ കമ്പനിയുടെ ആവശ്യം, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ആവശ്യം നിലനിൽക്കും, അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടാണ് കോടതി ഈ രീതിയിലുള്ള ഒരു ഇഞ്ചക്ഷൻ ഓർഡർ, അതായത് ഈ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള വിലക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. ഒപ്പം ഈ ഇത്തരം ലിങ്കുകൾ, വാർത്തകളുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തകളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഗൂഗിളിനും മെറ്റയ്ക്കും ഉൾപ്പെടെയുള്ള ഇന്റർമീഡിയറീസിനും കോടതി നിർദ്ദേശം നൽകുന്നത്. രണ്ടാമത്തേത് വക്കീൽ നോട്ടീസാണ്. അത് 150 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അതിന്റെ മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിനും വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അത് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനും ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ പ്രവർത്തകർക്കുമെതിരെയാണ് ആ നോട്ടീസ്. 150 കോടി രൂപയാണ് ഈ രീതിയിൽ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നതും. നിരന്തരം വ്യാജ വാർത്തകൾ, മെസ്സിയുടെ അർജന്റീനിയൻ ടീമിന്റെ കേരളത്തിലെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്തകളൊക്കെ, വ്യാജ വാർത്തകളൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ ടിവിക്കെതിരെയും റിപ്പോർട്ടർ ടിവിയുടെ മാനേജ്മെന്റിനെതിരെയും നൽകിയത്. അതിൽ ഈ എഡിറ്റോറിയൽ നേതൃത്വമായ സിന്ധു സൂര്യകുമാർ, അബ്ജോദ് വർഗീസ്, വിനു വി ജോൺ, PG സുരേഷ് കുമാർ, അനൂപ് ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ള 15 ഏഷ്യാനെറ്റ് ന്യൂസിലെ 15 മാധ്യമ പ്രവർത്തകർക്കാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ കോടതിയുടെ വിലക്ക് നിലനിൽക്കുമ്പോൾ പോലും, അതായത് ബംഗളൂരു പ്രിൻസിപ്പൽ സിവിൽ കോടതിയുടെ വിലക്ക് നിലനിൽക്കുമ്പോൾ പോലും ഏഷ്യാനെറ്റ് ആ വിലക്ക് മറികടന്നാണ് നിരന്തരമായി വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും അതിന്റെ മാനേജ്മെന്റിനുമെതിരെ നൽകിയിരുന്നത്. അതുകൂടി അക്കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഈ വക്കീൽ നോട്ടീസ്. അത് 150 കോടി രൂപ വ്യാജ വാർത്തകൾ എത്രയും വേഗം പിൻവലിക്കുക, നീക്കം ചെയ്യുക, ഒപ്പം 150 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ വക്കീൽ നോട്ടീസിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടർ ടിവിക്കെതിരെ ഈ അർജന്റീനിയൻ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട്, ഒപ്പം മെസ്സിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരന്തരം നിരവധിയായ വ്യാജ വാർത്തകളാണ് നൽകിയത്. ആ വ്യാജ വാർത്തകൾക്കെതിരെയാണ് വക്കീൽ നോട്ടീസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 150 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസാണ്. ശരി, 150 കോടിയുടെ വക്കീൽ നോട്ടീസാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV നൽകിയിരിക്കുന്നത്. വ്യാജ വാർത്തകൾ നൽകുന്നതിൽ നിന്നും ചാനലുകളെ വിലക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവാണ് വന്നിരിക്കുന്നത്. TV പ്രസാദിലേക്ക് കൂടി. പ്രസാദ്, ഇപ്പോൾ നിരന്തരം വ്യാജ വാർത്ത നൽകുന്ന ഒരു ശൈലിയിലേക്ക് എത്തുന്നത് ഏത് ഘട്ടത്തിലാണ്, ഏത് സമയത്താണ് ഇങ്ങനെ തുടർച്ചയായി ഒരു ചാനലിനെ അങ്ങ് തകർത്ത് കളയാമെന്ന രൂപത്തിലുള്ള വാർത്തകൾ നൽകുന്നത് തുടർച്ചയായത്? പ്രസാദ്, അശ്വതി, നമുക്കറിയാവുന്നതുപോലെ മെസ്സിയുടെയും അർജന്റീനിയൻ ടീമിൻ്റെയും കേരളത്തിലേക്കുള്ള വരവ് അത് പരസ്യമായി പ്രഖ്യാപിച്ചത് അതിൻ്റെ സ്പോൺസർമാർ റിപ്പോർട്ടർ TV ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആണെങ്കിൽ കൂടിയും അത് പരസ്യമായി പ്രഖ്യാപിച്ചത് ഒരു ഘട്ടത്തിൽ മന്ത്രിയായിരുന്നു. മന്ത്രി പ്രഖ്യാപിച്ച് അതിന് പിന്നാലെ സർക്കാർ ഉത്തരവിറക്കി. അതിൻ്റെ നടപടികളുമെല്ലാമായി റിപ്പോർട്ടർ TV മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലൊന്നും ശ്രുതി ഒരിക്കൽ പോലും റിപ്പോർട്ടർ TV വാർത്താ സമ്മേളനം വിളിച്ച് ഞങ്ങളിതാ അർജന്റീനിയൻ ടീമിനെ കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തിയില്ല. മറിച്ച് മെസ്സി വരുന്നു എന്ന രീതിയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള
മാധ്യമങ്ങളാണ് വലിയ രീതിയിൽ വാർത്ത കൊടുത്തത്. പിന്നീട് മെസ്സി വരുന്നു എന്നൊരു വാർത്തയ്ക്ക് ശേഷം പിന്നീട് വന്ന വാർത്തകളെല്ലാം മെസ്സി വരുന്നില്ല എന്ന വാർത്തകളായിരുന്നു. മെസ്സി വരുന്നില്ല എന്ന വാർത്തകൾക്കൊന്നും ഒരടിസ്ഥാനവും അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞതനുസരിച്ചാണ് നവംബറിലെ ഷെഡ്യൂളിൽ കളിക്കാൻ വരും എന്ന തീരുമാനത്തിലേക്ക് വരുന്നതും അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇക്കാര്യം അനൗൺസ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ സ്മൃതി, എങ്ങനെയെങ്കിലും അർജന്റീനൻ ടീമിന്റെ വരവ് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്ന് വേണം കരുതാൻ. കാരണം അങ്ങനെ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വന്നു പോവുകയാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിനുണ്ടാകുന്ന വിശ്വാസ്യതയും അതിലേക്ക് കൂടുതൽ ജനങ്ങൾ വരാനുള്ള സാധ്യതയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കാം ഇതിന്റെ പിറകിൽ എന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ മുതലാളി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് അതിരൂക്ഷമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ TVക്കെതിരെയും റിപ്പോർട്ടർ TVയുടെ മാനേജ്മെന്റിനെതിരെയും രൂക്ഷമായ വാർത്തകൾ കൊടുക്കുന്നത് എന്നുള്ളതാണ്. സ്മൃതി, ഇതിലെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വന്ന് ഓസ്ട്രേലിയൻ ടീമുമായി കളിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ കായിക മേഖലയ്ക്കുണ്ടാകുന്ന ഉണർവ്, ഇവിടുത്തെ ടൂറിസം മേഖലയ്ക്കുണ്ടാകുന്ന ഉണർവ്, സർവോപരി ഇവിടുത്തെ കേരളം എന്ന് പറയുന്നത് ലോക ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതും അതിൻ്റെ കാരണക്കാർ റിപ്പോർട്ടർ TVയുടെ മാനേജ്മെന്റ് ആണ് എന്ന് സഹിക്കാൻ പറ്റാത്തതിലുള്ള ഒരു സംഭവമാണ് ഉറപ്പായും ഇത്തരത്തിലുള്ള വാർത്തകളിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും നിരന്തരമായി വാർത്തകൾ തുടരുന്ന ഘട്ടത്തിലാണ് റിപ്പോർട്ടർ TV നിയമപരമായ വഴിയിലേക്ക് പോയത്. മറ്റൊരു ഘട്ടത്തിലും ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയോ മറ്റ് മാധ്യമങ്ങൾക്കെതിരെയോ റിപ്പോർട്ടർ TV പരസ്യമായി ഒരു നിയമ നടപടിയും സ്വീകരിച്ചില്ല, ഒരിക്കലും വാർത്ത നൽകിയതുമില്ല. പക്ഷെ നിരന്തരമായി ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് തുടർച്ചയായി പറയുമ്പോഴാണ് നിയമ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമയ്ക്കെതിരെ 150 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ സിന്ധു സൂര്യകുമാറും PG സുരേഷ് കുമാറും അടക്കമുള്ളവർക്കെതിരെയും ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കൂടാതെ ബംഗളൂരുവിലെ കോടതിയിൽ നിന്നുണ്ടായ നിർദ്ദേശം എന്ന് പറയുന്നത് ഇനി വ്യാജ വാർത്തകൾ പടച്ചുവിടാൻ പാടില്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, നിലവിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അത് പിൻവലിക്കണം എന്ന ആവശ്യം അതാത് സ്ഥാപനങ്ങളോട് പറയുന്നതോടൊപ്പം തന്നെ അതിന്റെ മാതൃസ്ഥാപനമായ ഗൂഗിളിനോടും മെറ്റയോടും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ് സ്മൃതി, മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരുന്നതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക എന്ന് പറയുന്ന വലിയ ഗൂഢാലോചന നടക്കുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ അവരുടെ മുതലാളി രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ റിപ്പോർട്ടർ ചാനലിനെ താറടിച്ച് കാണിക്കാനുള്ള വലിയ ശ്രമമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. അങ്ങനെയാണ് ഈ നിയമ നടപടിയിലേക്ക് കടക്കുന്നത് എന്നതാണ് ഒരു അടിസ്ഥാനവുമില്ലാത്ത, ഒരു രേഖയുമില്ലാത്ത വാർത്തകളാണ് മെസ്സിയുടെയും അർജന്റീനയും വരവുമായി ബന്ധപ്പെട്ടും റിപ്പോർട്ടർ TVയുമായി ബന്ധപ്പെട്ടും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ടാണ് നിയമപരമായ ഈ നടപടിയിലേക്ക് നീങ്ങിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ തോതിൽ റിപ്പോർട്ടർ TVക്കും റിപ്പോർട്ടർ TVന്റെ മാനേജ്മെന്റിനും എതിരായിട്ട് റിപ്പോർട്ടർ TVയുടെ വാർത്തകൾക്കെതിരായി എപ്പോഴും വാർത്ത കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്, കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവും ഉണ്ടായിരിക്കുന്നത്. സ്മൃതി.